ദിവസം ദാവീദ് ആ കുന്നിൻ മുകളിൽ കയറി നിലവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയുണ്ടായത്? ഈ സമയത്ത് മറ്റൊരു വാർത്ത വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ദാവീദിന് വിശ്വസ്തനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് അഹീത്തോഫേൽ. എന്തെങ്കിലും ഉപദേശം വേണ്ടിയിരുന്ന സമയത്ത് ദാവീദ് അഹീത്തോഫേലിനോട് ചോദിക്കുമായിരുന്നു, അഹീത്തോഫേലേ, ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യാം രാജാവേ. അങ്ങനെ ദാവീദിന് വലം കൈയായിരുന്നതായ അഹീത്തോഫേലും ദാവീദിനെ വിട്ടിട്ട് ദാവീദിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായ അബ്ശാലോമിന്റെ പക്ഷത്ത് ചേരുവാൻ ഇടയായി. 2 ശമൂവേൽ 15:31. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, ഒരു വശത്ത് എല്ലാ എതിർപ്പുകളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ നിന്നവനായ മന്ത്രിയും അബ്ശാലോമിനോട് കൂടെ ചെന്നിട്ട്, പോവുക, നിന്റെ അപ്പനെ കൊല്ലുക എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ, നിന്റെ പിതാവ് ജീവിച്ചിരിക്കാൻ പാടില്ല, നിന്റെ പിതാവിനെ കൊന്നുകളയണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ശാലോമിനോടൊപ്പം അഹീത്തോഫേലും കൂടിയപ്പോൾ ദാവീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിശാച് വന്ന് നിന്നെ പരീക്ഷിക്കുകയാണോ? നിന്റെ അപ്പനും അമ്മയും സുഖമായി ജീവിക്കുവാൻ പാടില്ല, അവർ സന്തോഷത്തോടെ ജീവിക്കരുത്. നിന്റെ ഭർത്താവ് സുഖമായ സന്തോഷത്തോടെ ജീവിക്കരുത്, നിന്റെ ഭാര്യ സന്തോഷത്തോടെ ജീവിക്കുവാൻ പാടില്ല, പോവുക, അവരുടെ സ്വസ്ഥത കെടുത്തുക. പിശാച് നിങ്ങളെ പരീക്ഷിക്കുകയാണ്, പോവുക. മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുക, മനുഷ്യന് സ്വസ്ഥത കൊടുക്കരുത്, എന്തെങ്കിലും ചെയ്ത് അവൻ്റെ ജീവിതം നരകതുല്യമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ, ഏതെങ്കിലും ഒരു മകനെയോ മകളെയോ പിശാച് പ്രേരിപ്പിച്ച് വീട് നരകതുല്യമാക്കുന്നുണ്ടോ എങ്കിൽ കേൾക്കുക. അബ്ശാലോം ഒരു വശത്ത് ദാവീദിനെതിരായിട്ട് തിരിഞ്ഞു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോടൊപ്പം അഹീത്തോഫേലും ചേർന്നിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ പോവുക, നിന്റെ അപ്പനെ കൊല്ലുക, വേണമെങ്കിൽ അതിനാവശ്യമായ യുദ്ധതന്ത്രങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. ഇങ്ങനെ അഹീത്തോഫേൽ പറഞ്ഞപ്പോൾ ദാവീദ് ആ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് കരഞ്ഞ് എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? നമുക്ക് നോക്കാം. അതേ കുന്നിൻ്റെ മുകളിൽ അബ്ശാലോം ചെയ്തതായ തന്ത്രം ആർക്കെതിരായിട്ടാണ്? സ്വന്തം പിതാവിനെതിരെ മെനഞ്ഞതായ തന്ത്രം. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. അവൻ കരയുകയാണ്. അത് കരച്ചിലിൻ്റെ കുന്ന്, അതുപോലെ പ്രാർത്ഥനയുടെ കുന്നുമാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അതേ ഒലിവ് മലയുടെ മുകളിൽ ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മകൻ എനിക്കെതിരായി തന്ത്രങ്ങൾ മെനയുമ്പോൾ അവനെ ശിക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, അവനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ്റെ കയ്യിൽപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ട് ഓടിപ്പോന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ, അവനോടൊപ്പം എന്നെക്കുറിച്ചെല്ലാം അറിയാവുന്ന അഹീത്തോഫേലും ചേർന്നിരിക്കുന്നു. ഈ അഹീത്തോഫേൽ കൊടുക്കുന്ന ദുരാലോചന നിമിത്തമായിട്ട് എൻ്റെ മകൻ എന്തായിത്തീരും? കർത്താവേ, അഹീത്തോഫേലിൻ്റെ ആലോചനയെ നടത്തരുതേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും അഹീത്തോഫേലിനുള്ളവരുണ്ടോ? നിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റുവാൻ, നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുവാൻ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിനക്ക് ഇല്ലാതാക്കിക്കളയുവാൻ, നിനക്കുണ്ടായിരിക്കുന്നതായ ചെറിയ കട അല്ലെങ്കിൽ ചെറിയ വ്യാപാരത്തെ ഇല്ലാതാക്കിക്കളയുവാനായിട്ട്, നീ ചെയ്യുന്നതായ പണി നിനക്ക് ഇല്ലാതാക്കുവാൻ, നിനക്ക് ലഭിക്കുന്ന ലാഭം ഇല്ലാതാക്കുവാനായിട്ട് അഹീത്തോഫേലിനെ പോലെ ആരെങ്കിലും തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ? നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ടോ? എങ്കിൽ നീ എന്തു ചെയ്യണം? ഒലിവുമലയുടെ മുകളിൽ കരയണം, നീ പ്രാർത്ഥിക്കണം. പറയുകയാണ് ദാവീദ്, ദൈവമേ, അഹീത്തോഫേൽ എൻ്റെ മകനുമായി ചേർന്ന് എനിക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനയുകയാണ്, എന്നെ ഇല്ലാതാക്കുവാനുള്ളതായ കെണികൾ ഒരുക്കുകയാണ്. ഞാൻ മുൻപോട്ട് പോയി യുദ്ധം ചെയ്യുവാൻ കഴിയുന്നില്ല, എൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്നതായ ശത്രു എൻ്റെ മകനാണ്. തൻ്റെ മകൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ദാവീദ് കരഞ്ഞു. എന്നാൽ അതിൽ അവനോടൊപ്പം അഹീത്തോഫേലും ഉണ്ടെന്നറിഞ്ഞപ്പോൾ ദാവീദ് എന്തു ചെയ്തെന്നറിയാമോ? ദൈവമേ, ഈ മന്ത്രി മഹാതന്ത്രശാലിയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതത്തെ താറുമാറാക്കി കളഞ്ഞേക്കാം. ദുഷിച്ച ആലോചനകൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുമെന്നറിയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഇല്ലാതാക്കുവാൻ കെണിയൊരുക്കുന്ന ആരെങ്കിലുമുണ്ടോ? സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ജീവിക്കുന്നതായ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശത്രു പ്രവേശിച്ചിട്ട് നിന്റെ കുടുംബത്തിലെ സന്തോഷം കെടുത്തുവാൻ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാതാക്കുവാൻ, നീ ചെയ്യുന്നതായ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ ആരെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞ് നിന്റെ സമാധാനം കെടുത്തുകയാണോ? എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദാവീദിന് കണ്ണുനീരൊഴുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു മലയുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഒലിവ് മല. തനിക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖം വന്നപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പറയാണ്, കർത്താവ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ നീയും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കർത്താവ് നിനക്ക് അത്ഭുതകരമായ മറുപടികൾ തരും. പെർമനൻ്റായ മറുപടി തരും, പരിപൂർണമായ മറുപടി തരും. ദൈവം മറുപടി കൊടുത്തു. അങ്ങനെ അഹീത്തോഫേൽ സ്വയം മരിക്കുവാൻ ഇടയായി. ശത്രുവിൻ്റെ പേര് പോലും ശേഷിപ്പിക്കാതെ ദൈവം അഹീത്തോഫേലിനെ തുടച്ചു നീക്കാനിടയായി. കാരണമറിയാമോ? ദാവീദ് പ്രാർത്ഥന ചെയ്തു. എവിടെ വെച്ചാണ്? ഒലിവുമലയുടെ മുകളിൽ. പ്രിയ സഹോദരി, സഹോദര, നിനക്കിന്നൊരു ഒലിവുമലയില്ലായിരിക്കാം, എന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു മലയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവാകുന്ന പർവ്വതം. അവനാണ് നിനക്ക് ആശ്രയ ദുർഗം. അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് കണ്ണുനീരോടുകൂടി നിന്റെ പ്രശ്നങ്ങളെ നീ പങ്കുവയ്ക്കുകയാണെങ്കിൽ ആ കർത്താവ് നിനക്ക് മറുപടി നൽകുവാൻ ഒരുക്കമുള്ളവനാണ്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ദാവീദിന്റെ മകൻ തന്നെ ദാവീദിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ ദുഃഖം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ മകനും മകളുമായിരിക്കുന്നവരായ ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചാൽ നിനക്കതെങ്ങനെ സഹിക്കാൻ കഴിയും? നിന്നെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല, നിന്നെ സന്തോഷിപ്പിക്കുന്ന മകനും മകളുമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കെന്തെല്ലാം കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും വന്നാലും കർത്താവ്, നീയാണ് ഞങ്ങളുടെ കോട്ട, നീയാണ് ഞങ്ങളുടെ ബലം, നീയാണ് ഞങ്ങളുടെ സങ്കേതം. നിന്റെ അരികിൽ വന്നിട്ട് നിലവിളിച്ചാൽ മതി. നീ മറുപടി നൽകുവാൻ മതിയായ കർത്താവാണെന്ന് വിശ്വസിക്കുവാനുള്ളതായ ഭാഗ്യം നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.